പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു യഥാർത്ഥ ഭരണാധികാരിയുടെ ജനസേവനം എന്ന് പറയുന്നത് ഭരണം അല്ലെങ്കിൽ അധികാരം കൊണ്ട് ഭരിക്കുന്നതിലല്ല, നേരെ മറിച്ച് സേവനത്തിലൂടെ മനുഷ്യന്റെ ഹൃദയം കീഴടക്കുന്നതിലാണ് ഒരു വ്യക്തിയുടെ ജനസേവനം എന്ന് പറയുന്നത്. പുതിയ ഒരു ജില്ലാ കലക്ടർ ചാർജ് എടുത്തതേ ഉള്ളൂ. അദ്ദേഹം ഗ്രാമത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികളെല്ലാം ആ ഗ്രാമത്തിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഉടനെ അദ്ദേഹം കാർ നിർത്തി ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു. അങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ആകാശം അങ്ങോട്ട് കറുത്ത് ഇരുണ്ട് വലിയ ശക്തിയായ ഒരു മഴ അങ്ങോട്ട് പെയ്തു. ഈ സമയത്ത് തനിക്ക് വേണമെങ്കിൽ ഈ മഴ നനയാതെ അദ്ദേഹത്തിന് വേഗം പോയിട്ട് കാറിനകത്ത് കയറി സുരക്ഷിതമായിട്ടിരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹത്തെ കയ്യിലുണ്ടായിരുന്ന കുടയെടുത്ത് അത് നിവർത്തി അദ്ദേഹം ഒരു വയോധികയായ ഒരു മാതാവിനെ തൻ്റെ കുടയിൽ കൂട്ടി. അങ്ങനെ ഈ മാതാവിനെ തൻ്റെ വീട് വരെ കൊണ്ടുവന്നാക്കിയിട്ടാണ് ആ കലക്ടർ മടങ്ങി വരുന്നത്. ഈ സമയത്ത് അദ്ദേഹം അണിഞ്ഞിരുന്ന തൻ്റെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞ് കുതിർന്നിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം അദ്ദേഹം ഓഫീസിലേക്ക് ചെല്ലുന്നു, കലക്ടറേറ്റിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഓഫീസിൽ കടന്നു ചെന്നപ്പോൾ ഒരു ജീവനക്കാരൻ ചോദിച്ചു, സാറേ, ഇന്നലെ സാർ ചെയ്യുന്നത് ഒട്ടും ശരിയായില്ല. കാരണം അങ്ങ് വലിയൊരു പദവിയിലിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങ് അവിടെ അവരുടെ കൂടെ മഴ നനയേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങയുടെ ഡ്രസ്സെല്ലാം നനയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങേക്ക് കാറിനകത്ത് വന്ന് ഇരുന്നെങ്കിൽ അത് അങ്ങ് നനയാതിരുന്നേനെ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: IAS എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഐ ആം ഫോർ സർവീസ് ആണ്. അതായത് ഞാൻ സേവനത്തിനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ജനസേവ എന്ന് പറയുന്നത്. അപ്പോൾ ജനത്തെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അല്ലാതെ അധികാരം കൊണ്ട് ഭരിക്കുന്നതിലല്ല, പ്രത്യുത ജനങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കാനായിട്ട് കഴിയണം. അതാണ് ശരിയായ രീതിയിലുള്ളതായ ജനസേവനം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഒരു കുടയെങ്കിലും, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും, ജനങ്ങൾക്ക് വേണ്ടി ഒരു കുടയെങ്കിലും പിടിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ ഞാൻ എന്തിനാണ് ഈ കസേരയിൽ ഇരിക്കുന്നത്? ശരിയല്ലേ? ഒരു മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യാണ്ട് കഴിയുന്നില്ല എങ്കിൽ ഈ ഉദ്യോഗം കൊണ്ട്, ഈ അധികാരം കൊണ്ട് എന്താണ് കാര്യം? നിങ്ങളൊരു കസേരയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്നിട്ടോ വലിയ ആട് ചമയുന്നില്ലല്ല കാര്യം. പകരം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടായിരിക്കണം. അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇടയായിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു വീഡിയോയുണ്ട്. ആ വീഡിയോ ഇപ്രകാരമാണ്. അതായത് മുൻ പത്തനംതിട്ട ജില്ലാ കളക്ടറും ഇപ്പോൾ അതായത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ MD-യുമായിരിക്കുന്ന ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഒരു കവിത എഴുതി താൻ തന്നെ ഗൗൺ ചെയ്ത് അത് രാമായണ പാരായണം ചെയ്യുന്നത് പോലെ അത് ഈണത്തിൽ അത് പാടി. ആ ഒരു കവിത കേൾക്കാനിടയായതുകൊണ്ടാണ് ഞാൻ അതിനൊരു മറുപടി എന്ന പോലെ ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ല, പകരം അതിൻ്റെ സത്യാവസ്ഥ അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ആ കവിതയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ ദിവ്യ എസ് അയ്യർ അവർ തന്നെ, അതായത് അവരുടേത് എന്ന നിലയിലാണ് ഇത് എഴുതി അത് പാടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കവിത ചൊല്ലിയിരിക്കുന്നത്. എന്നാൽ ഈ കവിത അവരുടെ വകയല്ല, അവരെഴുതി ഈണം പാർന്നൊന്നുമല്ല. ഈണം ചിലപ്പോൾ രാമായണത്തിൻ്റെ ഈണത്തിൽ പാരായണം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുണ്ടായിരിക്കാം. പക്ഷേ അത് ബ്രസീലിയൻ സംഗീതജ്ഞയും ഇപ്പോൾ അമേരിക്കയിലെ മിനസോട്ട എന്ന് പറയുന്നതായ സ്ഥലത്ത് താമസക്കാരിയുമായ ഡോക്ടർ ക്രിസ്റ്റീന റിസോട്ടോയുടെ കവിതയാണ് മൊഴിമാറ്റം നടത്തിയിട്ട് രാമായണ പാരായണ ഈണത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആകയാൽ ശ്രദ്ധിക്കണേ. അപ്പം ഈ കവിത കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ രണ്ടു കൂട്ടർക്കും, അതായത് ഡോക്ടർ ദിവ്യ എസ് അയ്യർക്കും അതുപോലെ തന്നെ ക്രിസ്റ്റീന റിസോട്ടോയ്ക്കും ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതിൻ്റെ പ്രാഥമിക വശം പോലും അറിയില്ലാത്തവരാണ്. മാത്രമല്ല യേശുവിനെ കുറിച്ച് പോലും ഇവർക്ക് ഒരു ജ്ഞാനം ഇല്ലാത്ത വ്യക്തികളാണെന്ന് മനസ്സിലാക്കുവാനായിട്ട്
അധിക സമയമൊന്നും വേണ്ടി വരികയില്ല. ആകയാൽ അവരുടെ ആ കവിതയിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനും എന്നാൽ യഥാർത്ഥ ക്രിസ്തു ആരാണെന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ തുനിയുന്നത്. ശ്രദ്ധിക്കണേ, അവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് യേശു കറുത്ത വർഗക്കാരനായിരുന്നു. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് യേശു ഒരു ജൂതനായിരുന്നു. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് യേശു ഒരു ഇറ്റലിക്കാരനായിരുന്നു. 4, യേശു ഒരു കാലിഫോർണിയക്കാരനായിരുന്നു. 5, യേശു ഒരു അയർലൻഡുകാരനായിരുന്നു. 6ാമത്തെ പോയിന്റിൽ പറയുകയാണ് യേശു ഒരു സ്ത്രീയായിരുന്നു. ഈ 6 പോയിന്റിനും 3 വീതം, അതായത് ഈ 6 പോയിന്റിനും ഏതാണ്ട് 3 വീതം അതിന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് വാദമുഖങ്ങളും അവർ നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ശ്രദ്ധിക്കണേ. ഒന്ന്, യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്ന് അവരെ സമർത്ഥിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നതായ വാദമുഖങ്ങൾ ഇങ്ങനെയാണ്. യേശു എല്ലാ മനുഷ്യരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. യേശു എല്ലാ മനുഷ്യരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. അതാണ് 1ാമത്തെ വാദം. 2ാമത്തെ വാദം, സുവിശേഷം പറയുവാൻ അവൻ ഇഷ്ടപ്പെട്ടു. 3ാമത്തെ വാദം, അവന് നല്ലൊരു വിചാരം ലഭിച്ചില്ല. ഈ 3 കാരണങ്ങൾ കൊണ്ട് പറയുകയാണ് യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു. അപ്പോൾ കറുത്ത വർഗക്കാർ മാത്രമാണ് അതായത് സഹോദര എന്ന് വിളിക്കുകയുള്ളൂ എന്നും മാത്രമല്ല സുവിശേഷം പറയുന്നത് കറുത്ത വർഗക്കാരുടെ തൊഴിലാണെന്നും അതുപോലെ തന്നെ നല്ലൊരു വിചാരണ പോലും ലഭിക്കാതെ പോയത് കറുത്ത വർഗക്കാരനായതുകൊണ്ടാണെന്നാണ് അവരതിൽ സമർത്ഥിച്ചിരിക്കുന്നത്. എന്നാൽ വാസ്തവം അങ്ങനെയാണോ? അല്ല. ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു ശിഷ്യന്മാരെയും അനുയായികളെയും സഹോദര എന്ന് അതായത് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് തരാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 49-50 വാക്യവും, മത്തായിയുടെ സുവിശേഷം തന്നെ 28-ാം അധ്യായം 10-ാമത്തെ വാക്യവും, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലും യേശു ക്രിസ്തു ശിഷ്യന്മാരെയും അതുപോലെ തന്നെ അനുയായികളെയും സഹോദര എന്നും സഹോദരി എന്നും അഭിസംബോധന ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ചു മനസ്സിലാക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് വായിച്ചു പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാകും. ഒരു ആത്മീയ ബന്ധത്തിലും യേശു ശിഷ്യന്മാരും തമ്മിൽ തുല്യരാണെന്നും മാത്രമല്ല ആത്മീയ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിലാണ് അവിടെ സഹോദര എന്ന് വിളിച്ചിരിക്കുന്നത്. യേശു എല്ലാവരെയും തന്നെ വിളിച്ചിട്ടുണ്ട്. ആകയാൽ ആ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് ഇടയാകട്ടെ. അടുത്ത വാദം എന്താണെന്ന് ചോദിച്ചാൽ യേശു ജൂതനായിരുന്നു, അതുപോലെ ഇറ്റലിക്കാരനായിരുന്നു, കാലിഫോർണിയക്കാരനായിരുന്നു, അയർലൻഡുകാരനായിരുന്നു. ഇതെല്ലാം ഓരോന്നെടുത്ത് വ്യാഖ്യാനിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് മാത്രമല്ല ഈ വീഡിയോ കുറേ ദീർഘമായി പോകും. അതുകൊണ്ട് കുറേ ചുരുക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ശ്രദ്ധിക്കണേ, അതായത് യേശുവിൻ്റെ ജനനം ബത്ലഹേമിലായിരുന്നു. 2, യേശുവിൻ്റെ ബാല്യവും യൗവനവും നസ്രത്തിലായിരുന്നു. യേശുവിൻ്റെ സ്നാനം യോർദാൻ നദിയിലായിരുന്നു. പരസ്യ പ്രവർത്തനം ഗലീലിയ, ശമരിയ, യഹൂദിയ ഈ 3 ജില്ലകളിലായിരുന്നു. മരണം യെരുശലേമിലെ ഗൊൽഗോത്തയിലായിരുന്നു. ശ്രദ്ധിക്കണേ, അതായത് യേശുവിൻ്റെ ജനനവും വളർച്ചയും പ്രവർത്തനവും മരണവും ഈ പാലസ്തീൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതായ കാര്യങ്ങൾ മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ പാലസ്തീൻ നാട് വിട്ട് യേശു എവിടെയും സഞ്ചരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിന് വിശ്വസനീയമായ ഒരു രേഖയും നമുക്ക് കിട്ടാനായിട്ട് കഴിയുകയില്ല. ചില കിംവദന്തികളെല്ലാം ഇതുപോലെ തന്നെ ചില തെറ്റായ വാദങ്ങളെല്ലാം പലരും പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അതായത് വിശ്വസനീയമായിരിക്കുന്ന ഒരു രേഖയും യേശു ക്രിസ്തു പാലസ്തീൻ നാട് വിട്ട് മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി പ്രവർത്തിച്ചു എന്നുള്ളതിന് തെളിവുകളൊന്നും നമുക്ക് നിരത്താനായിട്ട് കിട്ടുകയില്ല. അതായത് അയർലൻഡിൽ പോയെന്നോ കാലിഫോർണിയക്കാരനാണെന്നോ അതിനൊന്നും തെളിവുകളൊന്നും ഇല്ല എന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് പിന്നെ എങ്ങനെയാണ് ഈ സഭകളൊക്കെ ഭൂമിയുടെ അറ്റത്തോളം ഉണ്ടാകാൻ കാരണമായി തീർന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ അനുയായികൾ ഭൂമിയുടെ അറ്റത്തോളം ഉണ്ടാകാൻ ഇടയായി തീർന്നതെന്ന് ചോദിച്ചാൽ അതിന് കാരണം അപ്പോസ്തലന്മാരും സഭയുമാണ്. അപ്പോൾ സഭയും അപ്പോസ്തലന്മാരുമാണ് ഇതിൻ്റെ സന്ദേശവാഹകരായിരുന്നത്. അതുകൊണ്ടാണ്
ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്രിസ്ത്യാനികൾ ഉണ്ടാകാനായിട്ടും അല്ലെങ്കിൽ സുവിശേഷം എത്തിപ്പെടുവാൻ ഇടയായി തീർന്നതിൻ്റെ കാരണം. അടുത്തത് മറ്റൊരു അതിൻ്റെ 6ാമത്തെ പോയിന്റ് ഞാൻ എടുത്തു പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് യേശു ഒരു സ്ത്രീ ആയിരുന്നു. അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള വാദമുഖങ്ങൾ 3 ഉണ്ട്. ആ 3 എന്താണ്? തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരു ആൾക്കൂട്ടത്തെ അവൻ ഊട്ടേണ്ടതായിട്ട് വന്നു. 2ാമത്തെ വാദം, ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിന് കുറുകെ സന്ദേശം അയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3ാമത്തെ വാദം, പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന് പോലും യേശുവിന് എഴുന്നേറ്റ് വരേണ്ടതായിട്ട് വന്നു. ശ്രദ്ധിച്ചേ, ഒരു മെഡിക്കൽ ഡോക്ടറാണെന്ന് കരുതണം ഡോക്ടർ ദിവ്യ എസ് അയ്യർ. ഒരു മെഡിക്കൽ ഡോക്ടർ ഒരു സ്ത്രീയുടെ സ്ഥിതിവിശേഷം എന്താണെന്നും പുരുഷൻ്റെ സ്ഥിതിവിശേഷം എന്താണെന്നും ഒക്കെ വ്യക്തമായിട്ട് അവരുടെ ശാരീരിക ശാസ്ത്രം മുഴുവൻ പഠിച്ചിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ ഇവിടെ ഈ സഹോദരി ഇത് എഴുതുമ്പം എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്നും മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധിക്കണേ, ഇപ്പോൾ സ്ത്രീയും പുരുഷനും അതായത് വളരെയേറെ വ്യത്യസ്തത പുലർത്തുന്നതായ 2 കൂട്ടരാണ്. അതായത് ഈ 2 വിഭാഗമാണ്. അത് പുരുഷനും വളരെയധികം വ്യത്യാസമുണ്ട് സ്ത്രീയിൽ നിന്ന്, സ്ത്രീക്കും പുരുഷനിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഒന്ന് ശരീരഘടന തന്നെ നോക്കിയാൽ ഈ ശരീരഘടനയിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വളരെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതായത് അവരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ വ്യത്യസ്തമാണ്. സ്ത്രീയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ വേറെയാണ്, പുരുഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ വേറെയാണ്. അതുമാത്രമോ നമ്മൾ പ്രജനന ശേഷിയിലും ഇവർ തമ്മിൽ വ്യത്യസ്തരാണ്. സ്ത്രീയുടെ പ്രജനനശേഷി അല്ല പുരുഷനുള്ളത്, രണ്ടും വ്യത്യസ്ത രീതിയിലാണ്. ഞാൻ പറയുന്നത് ശാരീരിക ശാസ്ത്രം അല്ലെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പുരുഷനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഡോക്ടർ ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ വെറും മണ്ടത്തരം വിളമ്പുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശ്രദ്ധിക്കണേ, ഇനി അത് മാനസികമായിട്ട് ശ്രദ്ധിച്ച്, മാനസികമായിട്ടാണ് ചിന്താശൈലിയിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ യാതൊരു യോജിപ്പും ഇല്ല എന്നുള്ളത് സത്യം. മാത്രമല്ല, വികാര പ്രകടനങ്ങളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ അഭേദ്യമായ വ്യത്യാസങ്ങളുണ്ട്. അത് കൊണ്ടും തീർന്നില്ല. അതായത് ഇവരെല്ലാം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ചിന്താശൈലിയിലും വികാര പ്രകടനങ്ങളൊക്കെ വ്യത്യസ്തതയുള്ളവരാണ് ഈ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത്. ഇനി ആത്മീയമായിട്ടാണെങ്കിലും ആത്മീയ കാര്യങ്ങളിലും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന വ്യക്തികളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ മറ്റൊരു വശം കൂടെ പറയാം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വീണ്ടും താല്പര്യപ്പെടുകയാണ്. ശ്രദ്ധിച്ചേ, അതായത് യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ യേശു പുരുഷനായിരുന്നു അല്ലെങ്കിൽ ഒരു പുരുഷ പ്രജയായിരുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി വിശ്വസനീയമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അത് 1ാമത്തെ പോയിന്റ്. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അതായത് യേശുവിന്റെ ശൈശവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവൾ മറിയ ആദിജാതനായ മകനെ പ്രസവിച്ചു. ലൂക്കോസ് 2:7. അടുത്ത 2ാമത്തെ പോയിന്റ്, അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ലൂക്കോസ് 2:51. തൻ്റെ കൗമാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക. അതായത് യെരുശലേം ദേവാലയത്തിൽ വേദശാസ്ത്രികളുമായിട്ട് ചില കാര്യം ചോദിക്കുകയും പറയുകയും ചെയ്ത് അതിനുശേഷം മാതാപിതാക്കന്മാരുടെ കൂടെ അവൻ ഇറങ്ങി വന്ന് അതിനുശേഷം നസ്രത്തിൽ അവർക്ക് മാതാപിതാക്കൾ കീഴടങ്ങിയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ. അഥവാ കൗമാരപ്രായത്തിലും യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് അവൻ എന്ന് തന്നെയാണ്. ഇനി 3ാമത്തെ പോയിന്റ് ശ്രദ്ധിച്ച്, അവന്റെ സ്തുതി, യേശുവിന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പറയുന്നു. ലൂക്കോസ് 4:14-ാമത്തെ വാക്യമാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യൗവന പ്രായത്തിലും യേശു പുരുഷൻ തന്നെയാണ്. ഇനി ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാട്ടെ, ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. ലൂക്കോസ് 23:47-ാമത്തെ വാക്യം അവൻ്റെ മരണത്തിൽ. അതായത് ഒരു ശതാധിപൻ പറയുന്ന കാര്യമാണ്, ഒരു പട്ടാള മേധാവി പറയുന്ന കാര്യമാണ്. ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. ലൂക്കോസ് 23:47. ഇനി 5ാമത്തെ പോയിന്റ്, അവൻ കഷ്ടമനുഭവിച്ച ശേഷം
40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രവൃത്തി 1:2, അതായത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 1-2 വാക്യം. അതായത് പുനരുത്ഥാനത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവൻ എന്ന് തന്നെയാണ്. അതായത് ഇവിടെ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാലഘട്ടങ്ങളിൽ യേശുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പുരുഷവാചി സർവനാമങ്ങളാണ്. പുരുഷവാചി സർവനാമങ്ങളാണ്. യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളതായ എല്ലാ ഘട്ടങ്ങളിലും ഉപയോഗിച്ചു. അവിടെ എങ്ങും സ്ത്രീവാചി, അതായത് സ്ത്രീലിംഗം ഒരു സ്ഥലത്തും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം മറന്നു പോകാതെ ഇരിക്കുക. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 20-26 വാക്യം വായിക്കുന്നത്. അതായത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസനാകണം. ഇവിടുത്തെ സംഭവം ഏതാണ് ചോദിച്ചാൽ, അതായത് എന്തൊക്കെയോ എല്ലാ തലങ്ങളിലും എനിക്ക് കൈ കടത്തണം, എൻ്റെ കയ്യൊപ്പോടുകൂടെ വേണം ഇതെല്ലാം നടക്കാൻ എന്നുള്ള ചിന്താഗതി ഈ സഹോദരിമാർക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഈ സഹോദരിമാർ ഇങ്ങനെയുള്ള വികലമായിരിക്കുന്ന ചില വാദങ്ങളുമായിട്ട് ഇങ്ങനെ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ ഇടയായി തീർന്നത്. ഇത് ചെയ്തോ കുഴപ്പമില്ല, പക്ഷേ സത്യസന്ധമായിരിക്കണം. അതൊരു സത്യത്തോടെ നീതി പുലർത്തുന്ന വിധത്തിൽ ആണെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ആയില്ല എന്ന് കരുതി ആരും വഴക്കനോ വക്കാണത്തൊന്നും നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാനായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഡോക്ടർ ദിവ്യ എസ് അയ്യരും ഡോക്ടർ ക്രിസ്റ്റീന റിസോർട്ടോയും ബൈബിൾ വായിക്കണം, നിങ്ങൾ ബൈബിൾ പഠിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇനിയും ഒരു അബദ്ധത്തിൽ നിങ്ങൾ പോയി ചാടരുത്. അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നത്, നിങ്ങൾ ബൈബിൾ വായിക്കുക, നിങ്ങൾ ബൈബിൾ പഠിക്കുക, അതിനുശേഷം നിങ്ങൾ നല്ല ഒരു പ്രസംഗം നിങ്ങൾ ജനത്തിന് വേണ്ടി കാഴ്ചവെക്കുക. ആകയാൽ ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് കൂടിക്കാണുന്നതുവരെ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും ക്ഷമയോടെ ഈ വീഡിയോ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു.